എല്ലാവർക്കും കൗസ്തുഭം വെജ് ഫുഡ്സിലേക്ക് സ്വാഗതം. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഇതുപോലെ പച്ചമുളക് മിച്ചം കാണും. അതുകൊണ്ട് നമുക്കൊരു കൂട്ടാനുണ്ടാക്കാം. പച്ചമുളക് ചെറുതായിട്ട് വട്ടത്തിലരിയുക. ഒരു പാൻ അടുപ്പയിൽ വെച്ച് ഇച്ചിരി കൂടുതൽ എണ്ണ ഒഴിച്ച് കടുക് വറക്കുക. അതിനുശേഷം ഈ പച്ചമുളകുകളെല്ലാം ഈ എണ്ണയിലേക്കിട്ട് നന്നായിട്ട് വഴറ്റുക. പലപ്പോഴും നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നമാണ്, കുറേ മുളക് മേടിക്കും, കുറച്ച് കഴിയുമ്പം പഴുത്തും വാടിയുമൊക്കെ പോകും. ഒരു കാരണവശാലും ആ മുളക് കളയരുത്. ഇതേപോലെ ഒരു കൂട്ടാനുണ്ടാക്കാം. മുളക് ഒരു പകുതി ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുക. അതിനുശേഷം വീണ്ടും ഇത് നന്നായിട്ട് വഴറ്റുക. ഒരു മീഡിയം തീയിലിട്ട് വഴറ്റിയാൽ മതി. എരിയും മൂക്കൊക്കെ അതുകൊണ്ട് സൂക്ഷിച്ച് മൂപ്പിക്കണം. ഇത് നന്നായിട്ട് മൂക്കണം, നല്ല ബ്രൗൺ കളറാകണം. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി, കുറച്ച് മുളക് പൊടി, ഒരുപാട് വേണ്ട, കാരണം പച്ചമുളകിന് എരിവുണ്ട്. എരിവില്ലാത്ത മുളക് പൊടി ചേർക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്, അതായത് കാശ്മീരി മുളക് പൊടി. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉലുവാപ്പൊടി, കുറച്ച് കായപ്പൊടി, ഇത്രയും ചേർത്ത് വീണ്ടും നന്നായിട്ട് ഇളക്കുക. ഇപ്പം ഞാൻ ചേർത്തത് ഉപ്പിൻ്റെ വെള്ളമാണ്, കല്ലുപ്പിൻ്റെ വെള്ളമാണ്. നിങ്ങൾക്ക് കല്ലുപ്പിൻ്റെ വെള്ളം ചേർക്കാം, അതല്ലെങ്കിൽ ഉപ്പുപൊടി ചേർക്കാം, എന്തായാലും മതി. അതിനുശേഷം തീ കുറച്ചിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കണം. ഇപ്പോൾ കണ്ടോ, ഈ മുളകൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. മുളക് നന്നായിട്ട് മൂക്കണം. എരിവില്ലാത്ത മുളക് പൊടി ചേർക്കുന്നതാണ് നല്ലത്. അപ്പോൾ നല്ലൊരു കൊഴുപ്പും കിട്ടും നമ്മുടെ കൂട്ടാൻ, അധികം എരിവും ഉണ്ടാവത്തില്ല. അതിനുശേഷം ഇതിലേക്ക് പുളി വെള്ളമാണ് ഒഴിക്കേണ്ടത്. ഒരു ശകലം നാരങ്ങ വലിപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിക്കുക. അതിനുശേഷം ഇത് നന്നായിട്ട് ഒന്ന് തിളയ്ക്കട്ടെ. തിളച്ചതിന് ശേഷം ഉപ്പും എരിവും കായത്തിൻ്റെ രുചിയും പുളിയുമൊക്കെ പാകമാണോ എന്ന് നോക്കണം. നന്നായിട്ട് തിളച്ചതിന് ശേഷം ഇത് നമുക്ക് മാറ്റി വെക്കാം. നമുക്ക് വായ്ക്ക് രുചി ഇല്ലാതിരിക്കുന്ന സമയം കാണും, പനിയൊക്കെ വന്നിരിക്കുന്ന സമയം. ആ സമയത്ത് ഈ കൂട്ടാൻ ഒരു ശകലം, ഒരു 2-3 മുളക് മതി. ആ മുളകെടുത്ത് കുറച്ച് മോരും കൂടെ ചേർത്ത് ഒന്ന് കഴിച്ചു നോക്കിക്കേ. എല്ലാ രുചികളും മാറി ഇഷ്ടം പോലെ ചോറുണ്ണു. പ്രത്യേകിച്ച് പനിയൊക്കെ വന്ന് മാറിയിരിക്കുന്ന സമയം. പക്ഷെ മോര് കൂട്ടണം, മോരോ തൈരോ അതും കൂടെ ചേർത്ത് വേണം കൂട്ടാനായിട്ട്, ഇല്ലെങ്കിൽ മോര് കറി കൂട്ടിയാലും മതി. മോര് എരിവിനെ ബാലൻസ് ചെയ്യും. അതുകൊണ്ട് ഇത് രണ്ടുമാണ് കോമ്പിനേഷൻ, മോരോ അതല്ലെങ്കിൽ തൈരോ അല്ലെങ്കിൽ മോര് കറിയോ. അപ്പോൾ മിച്ചം വന്ന മുളകൊന്നും നമുക്ക് കളയണ്ട, നല്ല രുചിയാണ്. ചപ്പാത്തിക്ക് കൂട്ടാം, ഞാൻ സാധാരണ ചപ്പാത്തിക്കും കഴിക്കാറുണ്ട്. നല്ലതാണ്. ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. ഹരേ കൃഷ്ണ.